Hi guys, I am happy to announce our Bitcoin Malayali Club community. അതൊരു പെയ്ഡ് മെമ്പർഷിപ്പാണ് കേട്ടോ. താല്പര്യമുള്ളവർക്ക് മാത്രം കയറിയാൽ മതി. ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല. ഒത്തിരി പേരുടെ ഒരു മെസ്സേജ് റിക്വസ്റ്റ് ഉണ്ടായിരുന്നു, നമുക്ക് അങ്ങനെ ഒരു ബിറ്റ്കോയിൻ മലയാളി ക്ലബ്ബ് എന്നുള്ള ഒരു കമ്മ്യൂണിറ്റി, സ്ട്രോങ് ആയിട്ടുള്ളൊരു കമ്മ്യൂണിറ്റി തുടങ്ങണം എന്നുള്ള കാര്യം. രണ്ട് രീതിയിലുള്ള മെമ്പർഷിപ്പ് നിങ്ങൾക്ക് എടുക്കാം. അതിൻ്റെ ഒന്നിൻ്റെ പേര് ബിറ്റ്കോയിൻ മാസ്റ്റർ ഇസ് എ ടയർ 1. $1 US ആണ് പെർ മന്ത്. അതിന് വാല്യൂ എന്താണെന്ന് ഞാനിപ്പോൾ പറഞ്ഞുതരാം. സോ ഈ ഫസ്റ്റ് ടയർ 1 നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ, പെർ മന്ത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബിറ്റ്കോയിൻ എഡ്യൂക്കേഷൻ, അതായത് ബിറ്റ്കോയിൻ എന്താണ്, ബിറ്റ്കോയിൻ ഹിസ്റ്ററി, ടെക്നോളജി, അത് ഫ്യൂച്ചറിൽ ഇനി എങ്ങനെയാണ് ബിറ്റ്കോയിൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത്, ഗ്ലോബൽ എക്കോണമി. 2, മാസ്റ്റർ ദ ആർട്ട് ഓഫ് ബിറ്റ്കോയിൻ അക്യുമുലേഷൻ. എങ്ങനെ നിങ്ങൾക്ക് ബിറ്റ്കോയിൻ അക്യുമുലേഷൻ ചെയ്യാനാക്കും, കൂടുതൽ ബിറ്റ്കോയിൻ എങ്ങനെ അക്യുമുലേഷൻ ചെയ്യാനാക്കും. അടുത്ത കൊല്ലം മുതൽ മേ ബി വി വിൽ സി എ ബിയർ മാർക്കറ്റ്. കഴിഞ്ഞ 15 കൊല്ലത്തെ പാറ്റേൺ അനുസരിച്ച് കഴിഞ്ഞ അടുത്ത വർഷം മുതൽ തുടങ്ങണം, അതായത് ഈ ഡിസംബർ കഴിഞ്ഞ് 2026 ജാനോടെ തുടങ്ങണം ബിയർ മാർക്കറ്റിൽ. ബിയർ മാർക്കറ്റിൽ വേണം നമ്മൾ ഏറ്റവും കൂടുതൽ ബിറ്റ്കോയിൻ അക്യുമുലേഷൻ ചെയ്യാൻ. ബിയർ മാർക്കറ്റിലാണ് നമ്മുടെ വെൽത്ത് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഈ ബിയർ മാർക്കറ്റ് കഴിഞ്ഞ് അടുത്ത കൊല്ലത്തേക്ക് 2027 ഒരു ബുൾ മാർക്കറ്റിലേക്ക് പോകുമ്പോഴത്തേക്ക് നമുക്ക് അതിന് മുന്നേ നമുക്ക് വെൽത്ത് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, മൂന്നാമത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാർട്ട് അനാലിസിസ്. നമുക്ക് ചില സമയങ്ങളിൽ ലൈവ് പോവും, നിങ്ങളായിട്ട് മിങ്കിൾ ചെയ്യും, നിങ്ങളായിട്ട് സംസാരിക്കും, ലൈവ് ടോക്ക് പോവും, ചാർട്ടിലൂടെ ചാർട്ടിങ് അനാലിസിസ്, അതിൻ്റെ പ്രൈസ് മൂവ്മെൻറ്റ്സ്, ഓക്കെ, അതെല്ലാം നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കും. പിന്നെ ഇൻട്രാക്റ്റീവ് വർക്ക്ഷോപ്സ് ഉണ്ട്. ഇൻട്രാക്റ്റീവ് വർക്ക്ഷോപ്പ് അതിനകത്ത് നമ്മൾ എങ്ങനെയാണ് നോഡ് കണക്ട് ചെയ്യുന്നത്, നമുക്ക് വളരെ പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങളുണ്ട്. ബിറ്റ്കോയിൻ വാങ്ങിക്കുക മാത്രമല്ല, നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് ബിറ്റ്കോയിൻ നോഡ്. ഇപ്പോൾ ഉദാഹരണം, നമ്മുടെ ഹാർഡ്വെയർ വാലറ്റുകൾ നമ്മൾ പലതും ടെസ്റ്റ് ചെയ്യും. നമ്മളെങ്ങനെ അതിനകത്ത് ഹാർഡ്വെയർ വാലറ്റിനകത്ത് ബിറ്റ്കോയിൻ സൂക്ഷിക്കണം. മൾട്ടിസിഗിൻ്റെ പ്രയോറിറ്റീസ് എന്താണ്, അതായത് മൾട്ടിസിഗാണ് ഈ വന്ന സമയത്ത് ഏറ്റവും സേഫസ്റ്റ് ആയിട്ട് ബിറ്റ്കോയിൻ സൂക്ഷിക്കാൻ നോക്കുന്നത്. 2-3 ഹാർഡ്വെയർസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ബിറ്റ്കോയിന് സൂക്ഷിക്കുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളതിനകത്തൂടെ പഠിക്കും. അത് നമ്മൾ ഡയറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നമ്മൾ ഡയറക്റ്റായിട്ട് നമ്മളത് എന്താണ് പറയുന്നത്, എക്സ്പെരിമെൻറ്റ് ചെയ്യും. ഓക്കെ, കൈൻഡ് ഓഫ് ലൈക്ക് എങ്ങനെയാണ് ഒരു ഹാർഡ്വെയർ വാലറ്റ് ഓപ്പൺ ചെയ്യേണ്ടത്, പ്രിപ്പയർ ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമ്മളതിനകത്തെ പ്രൈവറ്റ് കീ സൂക്ഷിച്ചു വെക്കേണ്ടത്, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ഇൻട്രാക്റ്റീവ് ചെയ്തിട്ട് നമ്മളത് ചെയ്യുന്നതായിരിക്കും. പിന്നെ അവസാനത്തത് പ്രൈവറ്റ് കമ്മ്യൂണിറ്റി ആക്സസ്. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഡയറക്റ്റ് മെസ്സേജ് അയക്കാം, നിങ്ങൾക്ക് സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. നമ്മൾ ലൈക്ക് മൈൻഡ് ആയിട്ടുള്ളൊരു കമ്മ്യൂണിറ്റി. ഓക്കെ, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് ബിറ്റ്കോയിൻ ടയർ 1 അതിനകത്ത് നിങ്ങൾക്ക് ജസ്റ്റ് $1 US ആണ് ഒരു മാസത്തേക്ക് ഞാൻ ഇട്ടേക്കുന്നത്. ഒരു മാസം നമ്മൾ എന്തുമാത്രം പൈസ നമ്മൾ വെറുതെ ചിലവാക്കുന്നുണ്ടല്ലേ. ഇതിനകത്തോടെ നിങ്ങൾക്ക് കിട്ടുന്ന എന്തൊക്കെയാണ്, എല്ലാ സപ്പോർട്ടുകളും നിങ്ങൾ ബിറ്റ്കോയിനിൽ നിന്ന് എന്താണോ പ്രതീക്ഷിക്കുന്നത്, അങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് എന്താണോ പ്രതീക്ഷിക്കുന്നത്, ഞാനിവിടെ കുറച്ച് കാര്യങ്ങളെ കൊടുത്തിട്ടുള്ളൂ, അതിലും അപ്പുറം നിങ്ങൾക്ക് ലഭിക്കും. ഓക്കെ, രണ്ടാമത്തത് ഞാൻ പ്രിഫർ ചെയ്യുന്നത് രണ്ടാമത്തതാണ് മാസ്റ്റർ ഇൻ ബിറ്റ്കോയിൻ ആൻഡ് പ്രോക്സി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പെർ മന്ത് $3 എടുക്കുമ്പോൾ നിങ്ങൾക്ക് മുകളിൽ പറഞ്ഞ എല്ലാം കിട്ടുകയും ചെയ്യും. പ്ലസ് അതായത് ഇതിനകത്ത് നിങ്ങൾ പറയുന്നത് ഗൈഡഡ് സ്റ്റോക്ക് പിക്സ്, അതായത് നമ്മൾ ബിയർ മാർക്കറ്റിലും അല്ലെങ്കിൽ ഈ പറയുന്ന ടെസ്ല, എൻവിഡിയ, MSTR, അതായത് മൈക്രോ സ്ട്രാറ്റജി, പിന്നെ ബിറ്റ്കോയിൻ മൈനിങ് കമ്പനീസ് ഉണ്ട്, അതായത് മാര, റയോട്ട്, ഇതിലൊക്കെ നമ്മൾ പൈസ ഇട്ടിട്ട് അത് ഡൗൺ ആയിട്ട് വരുമ്പോൾ അതിൻ്റെ പ്രോപ്പർ പൊസിഷനിൽ പൈസ ഇട്ടിട്ട് നമ്മളത് പ്രോഫിറ്റ് ടേക്കിംഗ് എടുത്തിട്ട് ആ എമൗണ്ട് നമ്മൾ നേരെ ബിറ്റ്കോയിനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അത് നമ്മൾ ഫ്യൂവൽ ചെയ്യും, നമ്മൾ ബിറ്റ്കോയിൻ മേടിക്കുന്നത് ഫ്യൂവലപ്പ് ചെയ്യും. ഇപ്പോൾ ഉദാഹരണം, MSTR എന്ന് പറയുന്നത് ബിറ്റ്കോയിനായിട്ട് കണക്റ്റഡ് ആണ്. ബിറ്റ്കോയിൻ ഒരു 5% പൊങ്ങുമ്പോൾ MSTR അതിൻ്റെ ഒരു 3 ഇരട്ടി പൊങ്ങും. 3x ആണ് എൻ്റെ 2 to 3x ആണ് അതിൻ്റെ ഒരു കാൽക്കുലേഷൻ ഉള്ളത്. ഇപ്പം ബിറ്റ്കോയിൻ 1x പോവുകയാണെങ്കിൽ MSTR 3x പോകും. പക്ഷേ മൈനിങ് സ്റ്റോക്കുകൾ അങ്ങനെയല്ല. മൈനിങ് സ്റ്റോക്കുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിറ്റ്കോയിൻ 1x പോവുകയാണെങ്കിൽ മൈനിങ് സ്റ്റോക്കുകൾ മേ ബി ഇറ്റ് ക്യാൻ ഗോ 3 to 5x. ബട്ട് മൈനിങ് സ്റ്റോക്കുകൾ കുറച്ചും കൂടെ റിസ്ക്കിയാണ്, അതിന് കളിക്കേണ്ട ഡിഫറെൻ്റ് ആയിട്ടുള്ള പാറ്റേണുകളുണ്ട്. പക്ഷേ MSTR എന്ന് വെച്ച് കഴിഞ്ഞാൽ സീസണലാണ്. ഇതൊന്നും നമ്മൾ അവിടെ പൈസ ഇട്ടേക്കുന്നില്ല, നമ്മൾ പൈസ ഇടും,
പ്രോഫിറ്റ് ടേക്കിംഗ് എടുക്കും, നേരെ അത് ബിറ്റ്കോയിനിലേക്ക് ഡംപ് ചെയ്യും. ഇവിടെ സ്റ്റോക്ക് മാർക്കറ്റ് സ്ട്രാറ്റജി ലൈക്ക് ഹൗ ടു എൻ്റർ, മാനേജ് ആൻഡ് എക്സിറ്റ് പൊസിഷൻ ഇൻ സ്റ്റോക്ക് മാർക്കറ്റ് വിത്ത് പ്രൂവൻ സ്ട്രാറ്റജീസ് ഇസ് എ ഹ്യൂജ് knowledge. I'm just giving for $3. Okay, then take profit strategies like master the art of taking profits from stocks and transitioning your gains into Bitcoin. നേരത്തെ പറഞ്ഞ പോലെ പ്രോഫിറ്റ് ടേക്കിംഗ് സ്ട്രാറ്റജീസ്, അതിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്ട്രാറ്റജീസ് ഉണ്ട്. അതായത് ഞാൻ എപ്പോഴാണ് സ്റ്റോക്കിൽ കയറാൻ പോകുന്നത് നിങ്ങളെ അറിയിക്കും, ഏത് സ്റ്റോക്കിലാണ് കയറാൻ പോകുന്നതെന്ന് അറിയിക്കും, എപ്പോഴാണ് പ്രോഫിറ്റ് എടുക്കാൻ പോകുന്നതെന്ന് അറിയിക്കും, പിന്നെ നമ്മളത് എപ്പം നമ്മളത് ബിറ്റ്കോയിനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെന്ന് നമ്മൾ തീരുമാനിക്കും. ഉദാഹരണം, MSTR പൊങ്ങുമ്പോൾ ബിറ്റ്കോയിൻ പൊങ്ങുമ്പോഴേ MSTR പൊങ്ങും. അപ്പം MSTRന്ന് പ്രോഫിറ്റ് എടുക്കുമ്പോൾ ബിറ്റ്കോയിൻ ഹൈ ലെവലിൽ നിൽക്കുമായിരിക്കും, അല്ലെങ്കിൽ ഒരു അത്യാവശ്യം നല്ലൊരു പൊസിഷനിൽ നിൽക്കുമായിരിക്കും. നമ്മളത് പുൾ ഡൗണിന് വേണ്ടി നമ്മൾ കാത്തിരിക്കും, എന്നിട്ട് ഈ പൈസ അതിനകത്തോടെ ഡംപ് ചെയ്യും. അങ്ങനെ കുറേ പ്ലേ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. ഓക്കെ, പ്രോഫിറ്റ് ടേക്കിംഗ് സ്ട്രാറ്റജീസും ആ എമൗണ്ട് പ്രോഫിറ്റ് ഇട്ടത് ഡിപ്ലോയ് ചെയ്യേണ്ട സമയങ്ങളും, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ പേഴ്സണലൈസ്ഡ് ഗൈഡൻസ്. ഓക്കെ, അതായത് പല കാര്യങ്ങളും എങ്ങനെയാണ് ബിറ്റ്കോയിൻ അക്യുമുലേഷൻ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ സ്റ്റോക്കിനകത്ത് എങ്ങനെ കയറണം, എപ്പോൾ കയറണം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മളിതിനകത്ത് ഡിസ്കസ് ചെയ്യും. പിന്നെ എക്സ്ക്ലൂസീവായിട്ടുള്ള Q&A സെക്ഷൻസ്, നമുക്ക് സ്റ്റോക്കിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ എൻട്രിയെക്കുറിച്ച് കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമ്മളതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞത് ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ളത് $3 $3 എവറി മന്ത്. ഓക്കെ, അതിലാണ് നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് എന്നോട് ഡയറക്റ്റ് സപ്പോർട്ട് കിട്ടാൻ പോകുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ ഞാൻ ഈ പ്രിഫർ ചെയ്യുന്നത് ടയർ 2 ആണ്. ടയർ 1 ഓഫ് കോഴ്സ് ടയർ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സെപ്ഷണൽ വാല്യൂ ആണ്, ജസ്റ്റ് $1. ഇത് $3. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ ടൈം എല്ലാവർക്കും ലിമിറ്റഡ് ആണ്. ഇറ്റ്സ് കൈൻഡ് ഓഫ് ബ്ലോക്ക് അല്ലേ. ചിലർക്ക് ഒരു ബ്ലോക്ക് ചിലപ്പം 83 കൊല്ലമായിരിക്കും, അവർ 83 വയസ്സ് വരെ ജീവിക്കും. ചിലർ 85 90 അങ്ങനെ ഓരോരോ ബ്ലോക്കാണ് അല്ലേ. അപ്പോൾ എനിക്കൊരു ബ്ലോക്കുണ്ട്, ടൈം ഓഫ് ബ്ലോക്കുണ്ട്. ഇതിൽ ഞാനൊരു ടൈം സ്പെൻഡ് ചെയ്ത് എൻ്റെ നോളജ് ഞാൻ നിങ്ങളിലേക്ക് പകരുന്നുണ്ട് അല്ലേ. ഒരു ടൈം ഞാൻ സ്പെൻഡ് ചെയ്യുന്നുണ്ട്, അതൊരിക്കലും എനിക്ക് തിരിച്ച് കിട്ടില്ല. ഞാൻ എനർജിയും ടൈമും സ്പെൻഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടി. അപ്പോൾ ഒരാൾ ഒരു എനർജിയും ടൈമും സ്പെൻഡ് ചെയ്യുമ്പോൾ ഒരു എക്കണോമിക് വാല്യൂ അദ്ദേഹത്തിന് കിട്ടണം. അല്ലെങ്കിൽ നമ്മൾ ടൈം ഇതും സ്പെൻഡ് ചെയ്യേണ്ട യാതൊരു കാര്യമില്ല. കാരണം ഞാൻ ഈ ഒരു ടൈം എൻ്റെ ഫാമിലിക്കും ബാക്കിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാം. ബട്ട് when I spending that time, the limited time to someone for something, I need to get a value, right? Of course, നിങ്ങളും ആർക്കെങ്കിലും വേണ്ടി എന്തെങ്കിലും ചെയ്യുമ്പോൾ you have to get back the economic value. ഫ്രീ ആയിട്ട് ഈ ലോകത്തൊന്നുമില്ല. there is no free lunch. നിങ്ങൾക്ക് ഈ ലോകത്തിൻ്റെ കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. ആരെങ്കിലും എന്തെങ്കിലും ഒരു ഫ്രീ ആണെന്ന് പറയുവാണെങ്കിൽ you are the product. ഇത് സ്കാം ആയിരിക്കും 100%. Guys, we will start this club on February 7th, that is on Friday. ഓക്കെ, നമ്മളിത് ഇനാഗ്രേഷൻ ചെയ്യുന്നതായിരിക്കും February 7th. ആ സമയം മുതൽ നമ്മളിത് സ്റ്റാർട്ട് ചെയ്യും. നമ്മളിതിനെക്കുറിച്ചുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കിയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. ഞാൻ വിചാരിച്ചിരുന്നത് ഇതൊരു ഈ കൊല്ലം ഡിസംബറിൽ തുടങ്ങണമെന്നാണ്. പക്ഷേ എനിക്ക് ഒത്തിരി മെസ്സേജസും കാര്യങ്ങളും വരുന്നു, വേണ്ട നമുക്ക് നേരത്തെ തുടങ്ങാം, ഞങ്ങൾ തൽപരരാണ് ഇതിനകത്ത് ജോയിൻ ചെയ്യാൻ വേണ്ടി. അപ്പോൾ അത്രയൊരു മെസ്സേജ് കണ്ടപ്പോൾ ഓക്കെ, ഞാൻ ആയിത്തോട്ട് ഓക്കെ. കാരണം ഇനിയാണ് ശരിക്കുള്ള ബുൾ മാർക്കറ്റ് വരെ നമ്മളത് യൂട്ടിലൈസ് ചെയ്യണം. ഓക്കെ, എന്നിട്ട് നമ്മൾ നേരെ ബിയർ മാർക്കറ്റിലേക്ക് പോകും. ബിയർ മാർക്കറ്റിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നോളജ് ഉണ്ടായിരിക്കുന്നത്. കാരണം നമ്മൾ പാനിക്കാനുള്ള സാധ്യതകളുണ്ട്. അതിന് നിങ്ങൾക്കൊരു സപ്പോർട്ട് വേണം, മെൻ്റലി ഒരു സപ്പോർട്ട് വേണം. ദാറ്റ്സ് വൈ ഐ എം ഹിയർ വിത്ത് ദിസ് ബിറ്റ്കോയിൻ മലയാളി ക്ലബ്. നിങ്ങൾക്ക് കേരളത്തിൽ എവിടെ ചെന്നാലും, മേ ബി നോട്ട് ഇൻ കേരള, ഇന്ത്യയിൽ എവിടെ ചെന്നാലും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന സപ്പോർട്ട്, നോളജ് ഇറ്റ്സ് പ്രിറ്റി ഷുവർ. കാരണം നിങ്ങൾ പല എൻ്റെ വീഡിയോസും കണ്ടിട്ടുള്ളതാണ്. ഇന്ത്യയിൽ ഒരിക്കലും ഒരു ഫേമിൽ ചെന്നാലും നിങ്ങൾക്ക് കിട്ടാത്ത ഇൻഫർമേഷനും നോളജും ഇൻട്രാക്റ്റീവ് വർക്ക്ഷോപ്പൊക്കെയാണ് നിങ്ങൾക്ക് ഇതിനകത്ത് കിട്ടാൻ വേണ്ടി പോകുന്നത്. സോ ഡോണ്ട് മിസ് ഇറ്റ്. ജസ്റ്റ് $1. $3 is huge. You can create wealth. അപ്പോൾ ഇത് മാത്രമല്ല ഞാൻ പറയാൻ പോകുന്ന കുറച്ച് കാര്യങ്ങളോട് പറഞ്ഞിട്ട് നമുക്ക്
ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഗൈസ്, ബിറ്റ്കോയിൻ ഈസ് ഗോയിങ് ടു എക്സ്പ്ലോർ ടു 150 to 180K. നമ്മളത് ചെയ്തതാണ്. ഇറ്റ് വിൽ ഹാപ്പൻ വിത്തിൻ 3 to 4 months, 180K. ബട്ട് എൻ്റെ പ്രൈസ് ടാർഗറ്റ് എന്ന് പറയുന്നത് 280 to 320 സംതിങ് ആണ് കേട്ടോ. ഈ വർഷം തീരുന്നതിന് മുന്നേ അതാണ് എൻ്റെ ഒരു പ്രൈസ് ടാർഗറ്റ് എന്ന് പറയുന്നത്. ഞാൻ പറയാൻ വന്നത്, നമ്മൾ ഇനി ഒരിക്കലും സ്റ്റോക്ക് മാർക്കറ്റുകൾ കൊണ്ടോ റിയൽ എസ്റ്റേറ്റുകൾ കൊണ്ടോ ഒരിക്കലും നമുക്ക് റിട്ടയർമെൻറ്റ് ചെയ്യാൻ ഇനി പോകുന്നില്ല. റിട്ടയർമെൻറ്റ് ചെയ്യാൻ ഒക്കത്തില്ല. എൻ്റെ റിസർച്ചിലൂടെ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. നമ്മൾ അടുത്ത വീഡിയോ അതാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. എത്ര ബിറ്റ്കോയിൻ വേണം നിങ്ങൾക്ക് റിട്ടയർ ചെയ്യാൻ എന്നുള്ളതാണ് അടുത്ത വീഡിയോ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഒരിക്കലും ഇനി സ്റ്റോക്ക് മാർക്കറ്റുകൾ കൊണ്ടോ റിയൽ എസ്റ്റേറ്റുകൾ കൊണ്ടോ ഒന്നും നമുക്കിനി ചെയ്യാൻ പോകുന്നില്ല. അതൊന്നും ഒരു സേഫ് ആയിട്ടുള്ളൊരു ഇൻവെസ്റ്റ്മെൻ്റ് അല്ല. ബിറ്റ്കോയിൻ ഒരിക്കലും ഒരു ഇൻവെസ്റ്റ്മെൻ്റ് അല്ല കേട്ടോ. നിങ്ങൾ അത് മനസ്സിലാക്കണം. ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ പൈസ ഇട്ടിട്ട് പ്രോഫിറ്റ് ടേക്കിംഗ് എടുക്കുന്നുണ്ട് ഒരു ടൈമിൽ. ബിറ്റ്കോയിൻ അതല്ല, ഇൻവെസ്റ്റ്മെൻ്റ് അല്ല. അതാണ് പലർക്കും അറിയാത്ത കാര്യം. ഇറ്റ്സ് നോട്ട് എൻ ഇൻവെസ്റ്റ്മെൻറ്റ്, ഇറ്റ്സ് എ ഫ്രീഡം ഫ്രം ദ ഫിയറ്റ് സിസ്റ്റം. ഓക്കെ, ഇന്നലെ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. അതായത് ഡീപ് സീക്ക് എന്ന് പറയുന്ന ഒരു കൈൻഡ് ഓഫ് ChatGPT നിങ്ങൾ കേട്ടിട്ടില്ലേ? അതേപോലെ തന്നെ ഡീപ് സീക്ക് ഫ്രം ചൈന. ഓക്കെ, അതൊരു വളരെ വലിയൊരു വിപ്ലവമാണ് സൃഷ്ടിച്ചേക്കുന്നത്. അതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ChatGPTയും NVIDIAയൊക്കെ ബില്യൺസ് ഓഫ് ഡോളർ ചിലവാക്കി AI ഇതേപോലെ AI ആയിട്ടുള്ള ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇൻവെൻറ്റ് ചെയ്ത് വരുമ്പോൾ ചൈനയിൽ നിന്നൊരു ചെറിയൊരു കമ്പനി ഒരു പക്ഷേ അവരെക്കാട്ടിലും കൂടുതൽ ChatGPTയെക്കാളും കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു AI കൊണ്ടുവരുന്നുണ്ട്. അതിൻ്റെ പേരാണ് ഡീപ് സീക്ക്. അവർ പറയുന്നത് ജസ്റ്റ് $6 million അവർ സ്പെൻഡ് ചെയ്തിട്ടുള്ളൂ. പല കമ്പനികളും ബില്യൺസ് ഓഫ് ഡോളറാണ് ഇതിനു വേണ്ടി ചിലവാക്കുന്നത്. അപ്പോൾ അവിടെ ഒരു ചോദ്യം ഉയർന്നു, വൈ ദേ നീഡ് ദിസ് മച്ച് മണി? ഓക്കെ, അത് മാത്രമല്ല, ഇത് ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള സോഫ്റ്റ്വെയറിലാണ് വർക്ക് ചെയ്യുന്നത്. അതായത് ബ്ലോക്ക് ചെയിൻ പോലെ, ബിറ്റ്കോയിൻ ബ്ലോക്ക് ചെയിൻ പോലെ ഓപ്പൺ സോഴ്സ് ആണ്. ഇപ്പോൾ നമ്മുടെ ഹാർഡ്വെയർ വാലറ്റുകളല്ലേ, ബിറ്റ്കോയിൻ സൂക്ഷിക്കുന്ന ഹാർഡ്വെയർ വാലറ്റുകൾ ഓപ്പൺ സോഴ്സ് ആണ്. ഇറ്റ് ഷുഡ് ബി ഓപ്പൺ സോഴ്സ്. കാരണം ആർക്കും ഒന്നും ഒളിക്കാൻ തക്ക ഒന്നും അതിനകത്ത് കാണരുത്. സോഫ്റ്റ്വെയറിനകത്തൊന്നും ഹിഡനായിട്ടൊന്നും കാണരുത്. ആർക്ക് വേണമെങ്കിലും, ലോകത്ത് ആർക്ക് വേണമെങ്കിലും ആ സോഫ്റ്റ്വെയർ ചെക്ക് ചെയ്യാം. ഇറ്റ്സ് നത്തിങ് ഇസ് ദെയർ. അതേപോലെ ഓപ്പൺ സോഴ്സ് ആണ് ഈ ഡീപ് സീക്ക്. ഇറ്റ്സ് എ ഹ്യൂജ്, അതൊരു വലിയൊരു വിപ്ലവമാണ് വരാൻ വേണ്ടി പോകുന്നത്. അത് മാത്രമല്ല, ഇത് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കൈൻഡ് ഓഫ് ലൈക്ക് റീഎൻഫോഴ്സ്മെൻറ്റ് ലേണിംഗ്. അതായത് ഒരു എക്സ്റ്റേണൽ വാലിഡേഷൻ ഒന്നും ഇല്ലാതെ സ്വന്തമായിട്ട് തീരുമാനമെടുക്കാൻ, ഇസ് ഇറ്റ് എ റൈറ്റ് ഓർ റോങ് എന്നുള്ള തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്ന ആണെന്ന് പറയപ്പെടുന്നു ഡീപ് സീക്ക്. ഞാനിതൊരു ടെസ്റ്റ് ചെയ്തിട്ടില്ല. പിന്നെ ഇറ്റ് ക്യാൻ റൺ എനി ഹാർഡ്വെയർ വാലറ്റ് അല്ല, ഹാർഡ്വെയർ വലിയ GPU കാര്യങ്ങളൊന്നും അതിന് വേണ്ട. സോ ഇത് ടെറിഫൈ ചെയ്തു ഒത്തിരി ആളുകളെ. കാരണം ബില്യൺസ് ഓഫ് ഡോളർ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്ന NVIDIയയിലും ChatGPTയിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത ആളുകളെ എന്ത് ചെയ്തു? അത് ഓഫ് കോഴ്സ് ഇറ്റ് വിൽ മേക്ക് ദം ലൈക്ക് എന്താണ് പറയുന്നത്, ഒരു കംഫർട്ട് സോണിലേക്ക് അവർ ഒരിക്കലും എത്തിക്കത്തില്ല. അതുകൊണ്ട് ഇന്നലത്തെ ഒരു വാർത്ത ഇതായിരുന്നു. NVIDIA loses nearly $600 billion in market value after Chinese AI startup burst into scene. 600 ബില്യൺ ആണ് NVIDIയയുടെ ഒരു ദിവസം കൊണ്ട്. സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഹിസ്റ്ററിയിൽ ആദ്യമായിട്ടാണ് ഒരു കമ്പനിയുടെ 600 ബില്യൺ വാല്യൂ നഷ്ടപ്പെടുന്നത്. ഇപ്പം ആപ്പിളായി ഫസ്റ്റ് ചാർട്ടർ നിൽക്കുന്ന കമ്പനി വാല്യുവേഷൻ 600 ബില്യൺ പോയപ്പോൾ. ഓക്കെ, NVIDIA എന്തേ? ഓക്കെ, ഓഫ് കോഴ്സ് NVIDIA നിൽക്കുന്നുണ്ടോ? ഇന്നലെ ഡ്രോപ്പ് ചെയ്തതാണ്. ബൂം, around 21% in a day. Actually, it's a valuable area to buy in 200, near 200. See, 200 ഏരിയയിലേക്ക് NVIDIA ഇതുവരെ വന്നിട്ടില്ല. വന്നത് 2023 ജാനിലാണ്. ഓക്കെ, ഇപ്പോഴാണ് അടുത്തൊരു ഓപ്പർച്യൂണിറ്റി വരുന്നത്. ഇവിടെ കൺസോൾഡേറ്റ് ചെയ്യുവാണ്. ഇറ്റ് ക്യാൻ ഗോ ഡൗൺ, കൺസോൾഡേറ്റ് ഹിയർ,
then it will explode maybe. മനസ്സിലാവുന്നുണ്ടോ? സോ 4 hour ചാർട്ടിൽ 200-ന് താഴെ നിൽക്കുന്നത്. സോ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റോക്ക് മാർക്കറ്റിൽ പൈസ ഇട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന റിസ്കി ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. കാരണം എക്സ്റ്റേണൽ ന്യൂസ് ഒന്നും വന്നാൽ മതി. ഇപ്പോൾ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം, പണ്ട് 50 കൊല്ലം എടുക്കും ഒരു നല്ലൊരു ഇന്നോവേഷൻസ് വരാൻ. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? അത് ഒരു ഇന്നോവേഷൻസ് വരുമ്പോൾ പ്രീവിയസ് ആയിട്ടുള്ളൊരു ഇന്നോവേഷൻ തകർത്തിട്ടായിരിക്കും അത് ഒരു പുതിയൊരു ഇന്നോവേഷൻ വരുന്നത്. കാരണം പണ്ടത്തെ പോസ്റ്റൽ സർവീസ് തകർത്തിട്ടല്ലേ ഇപ്പോൾ ഇമെയിൽ വന്നത്, അല്ലേ? ഇന്നോവേഷൻസ് വരുമ്പോൾ പ്രീവിയസ് ആയിട്ടുള്ള ഇന്നോവേഷൻസിനെ കില്ല് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, 50 കൊല്ലം എടുക്കും ഒരു ഇന്നോവേഷൻസ് പുതിയത് വരാൻ, ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ള ഒരു ഇന്നോവേഷൻസ് പുതിയത് വരാൻ. ഈയിടെയായിട്ട് 50 കൊല്ലമൊന്നും എടുക്കുന്നില്ല, 10 കൊല്ലമാണ് ഇപ്പോഴത്തെ ടൈം. ഓരോ 10 കൊല്ലം ഇരിക്കലേ മനുഷ്യൻ്റെ ലൈഫ് ചേഞ്ച് ചെയ്യുന്ന ഡിസ്കവറി വന്നുകൊണ്ടിരിക്കുകയാണ്, ഓരോ 10 കൊല്ലം. പക്ഷേ ചിലർ പറയപ്പെടുന്നത് ഇപ്പോൾ 5 കൊല്ലമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ChatGPT എന്ന് പറഞ്ഞ സാധനം ഒരു 2 കൊല്ലം അല്ലെങ്കിൽ 3 കൊല്ലത്തിന് മുന്നേ ഉണ്ടായിരുന്നോ? എന്തെല്ലാം കാര്യങ്ങളാണ് ChatGPT ചെയ്യുന്നത്. ലൈഫ് ഓൾമോസ്റ്റ് ചേഞ്ച് ചെയ്തു ChatGPT വന്നതോടെ. ഇനി നമ്മൾ അടുത്ത 5-4 കൊല്ലം തോറും നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ കാണാൻ വേണ്ടി പോവാണ്. എലോൺ മസ്ക് റോബോട്ടിനെ ഉണ്ടാക്കുന്നു. 2025 അറൗണ്ട് എനിക്ക് ഞാൻ വായിച്ചിരുന്നു. ഐ മിസ് ദ ടാർഗറ്റ്. പുള്ളി അത് എനിക്ക് തോന്നുന്നു 300K സംതിങ് റോബോട്ടുകളെ. അതിനിപ്പം ഏകദേശം എനിക്ക് തോന്നുന്നു 15,000 തൊട്ട് 18,000 US$ആണെന്ന് തോന്നുന്നു. അപ്പോൾ അത് കാൽക്കുലേഷൻ ചെയ്തേ. അദ്ദേഹത്തിൻ്റെ വരുമാനം ഇനി വരാൻ വേണ്ടി പോകുന്നത്, ഇനി ട്രില്യൺസ് ഓഫ് ഡോളറാണ് അദ്ദേഹം അതിനകത്ത് നിന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ വീടുകളിൽ റോബോട്ട്സ് വരാൻ വേണ്ടി പോവാണ്, നമ്മുടെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി. അപ്പോൾ അടുത്ത 5 കൊല്ലം കഴിയുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? അപ്പോൾ അടുത്ത 5 കൊല്ലം കഴിയുമ്പോൾ റോബോട്ട്സ് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി തുടങ്ങും, അല്ലേ? നമ്മുടെ ലൈഫ് പെട്ടെന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അതുകൊണ്ട് ഞാൻ നമ്മുടെ പ്രൈവറ്റ് ഗ്രൂപ്പിൽ പറഞ്ഞത്, നിങ്ങൾക്ക് കഴിയുമെങ്കിൽ, നിങ്ങൾ ചെറുപ്പക്കാരാണെങ്കിൽ ഇന്ത്യ വിട്ട് പല രാജ്യങ്ങളിൽ നിങ്ങൾ കുറച്ച് നാളൊന്ന് ജോലി ചെയ്യുക, കുറച്ച് നാളൊന്ന് ജീവിക്കുക. കാരണം ഈ എക്സ്പൊണൻഷ്യലായിട്ടുള്ള ഈ ഗ്രോത്ത്, ഈ ഒരു ഇന്നോവേഷൻ നമുക്ക് കാണാൻ നോക്കും. ദെൻ കം ബാക്ക് ടു ഇന്ത്യ, എൻജോയ് ദോസ് തിങ്സ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ഒറ്റ ദിവസം കൊണ്ടാണ് NVIDIAയുടെ ഇത്രയും വാല്യുവേഷൻ നഷ്ടപ്പെട്ടത്. അപ്പോൾ ബിറ്റ്കോയിൻ എന്ത് പറ്റി? ഒന്നും പറ്റിയില്ല. സ്റ്റോക്കുകൾ ചെയ്യുമ്പോൾ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറ്റ് ഓൾവേസ് ഹാസ് സം റിസ്ക്. ഇന്നോവേഷൻസ്, ആപ്പിൾ എന്നും നല്ലൊരു ഐഫോൺ ഇറക്കുന്നുണ്ട്, മാക്ബുക്ക് ഉണ്ട്, ബട്ട് വി ഹാവ് നോ ഐഡിയ ഇൻ നെക്സ്റ്റ് 5 years who will come with better MacBook or better iPhone. നമുക്കൊന്നും പറയാൻ ഒക്കത്തില്ല. പക്ഷെ ബിറ്റ്കോയിൻ ഇസ് എ ഡിജിറ്റൽ സ്കേഴ്സിറ്റി. ഒരിക്കൽ കണ്ടുപിടിച്ചു, ഡിജിറ്റൽ സ്കേഴ്സിറ്റി കണ്ടുപിടിച്ചു, ഇനി ഒരിക്കലും നമ്മൾക്ക് തിരിച്ചു പോകാൻ ഒക്കത്തില്ല. ഫയർ കണ്ടുപിടിച്ചു, എത്രയോ മില്യൺസ് ഓഫ് വർഷങ്ങൾക്ക് മുന്നേ ഫയർ കണ്ടുപിടിച്ചെന്ന് പറയപ്പെടുന്നു. ഫയർ 2.0 ഉണ്ടോ? ഇല്ല. ഫയർ ഒരിക്കൽ കണ്ടുപിടിച്ചു, ഇറ്റ്സ് ഡിസ്കവേർഡ്, ഇനി ഒരിക്കലും ഡിസ്കവർ ചെയ്യാൻ ഒക്കത്തില്ല. മനുഷ്യൻ്റെ മുന്നിൽ അത് പ്രത്യക്ഷപ്പെട്ടു, ഇനി ഒരിക്കലും തിരിച്ചു പോക്കുമില്ല, ഇനി പുതിയൊരു ഫയർ ഉണ്ടാക്കാൻ ഒക്കത്തില്ല. ഇലക്ട്രിസിറ്റി നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു കഴിഞ്ഞു, ഇനി ഇലക്ട്രിസിറ്റി 2.0 ഉണ്ടോ? ഇല്ല. ഇലക്ട്രിസിറ്റി കണ്ടുപിടിച്ചു, അതിനകത്ത് ഇനി ഇന്നോവേഷൻസ് നടക്കത്തേ ഉള്ളൂ. വി ഫൗണ്ട് ഇറ്റ്, അല്ലേ? വി ഡിസ്കവേർഡ് ഇറ്റ്, അല്ലേ? പിന്നെന്താണ്? പിന്നെന്താടോ? ഫയർ, ഇലക്ട്രിസിറ്റി, ഓക്കെ. ഇൻ്റർനെറ്റ് 2.0 എന്ന് പറയുന്നത് ഇറ്റ്സ് എ സ്കാം. ഇതിന് പുറത്ത് ഇന്നോവേഷൻ നടക്കത്തേ ഉള്ളൂ. ഇൻ്റർനെറ്റ് ഡിസ്കവേർഡ് ചെയ്തു, ഇനി ഇല്ല, ഇനി ഒരിക്കലും ഇൻ്റർനെറ്റ് ഡിസ്കവർ ചെയ്യാൻ ഒക്കത്തില്ല. അതാണ് ഡിജിറ്റൽ സ്കേഴ്സിറ്റി. ഇനി ഒരിക്കലും ഡിജിറ്റൽ സ്കേഴ്സിറ്റി ഡിസ്കവർ ചെയ്യാൻ ഒക്കത്തില്ല. ഇറ്റ്സ് ഓൾറെഡി ഹാപ്പൻഡ്. ബിറ്റ്കോയിൻ ഈസ് എ discovery, not an invention, in my opinion. I have so many things to validate that. Okay, ഒരു
ഇൻവെൻഷൻ അല്ല, ഒരു ഡിസ്കവറി ആയിരുന്നു. 10-30-40 കൊല്ലത്തെ ഒരു എക്സ്പെരിമെൻ്റ് ആണ് ബിറ്റ്കോയിൻ. ഓക്കെ, കാരണം നമുക്കൊരു ഫിലിം കിട്ടിക്കഴിഞ്ഞാൽ കോപ്പി പേസ്റ്റ് ചെയ്യാൻ ഒക്കും അല്ലേ? നമുക്കൊരു ഫിലിം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആർക്ക് വേണമെങ്കിലും അത് അയച്ചു കൊടുക്കാൻ ഒക്കും അല്ലേ? ലോകത്തെ എത്ര ബില്യൺ ജനങ്ങളുണ്ടോ അത്രയും ബില്യൺ ജനങ്ങൾക്ക് നമുക്ക് അറ്റ് എ ടൈം നമുക്ക് അയച്ചു കൊടുക്കാൻ ഒക്കും. ആ ഡിജിറ്റൽ യുഗത്തിലാണ് നമ്മൾ ഡിജിറ്റൽ സ്കേഴ്സിറ്റി കണ്ടുപിടിക്കുന്നത്. സയൻറ്റിസ്റ്റുകൾ പറഞ്ഞിരുന്നത് ഇറ്റ് വാസ് ഇംപോസിബിൾ ടു ഗെറ്റ് എ ഡിജിറ്റൽ സ്കേഴ്സിറ്റി. അവിടാണ് സതോഷി ഡിജിറ്റൽ സ്കേഴ്സിറ്റി കണ്ടുപിടിച്ചേക്കുന്നത്. ഇറ്റ്സ് ഹാപ്പൻഡ്. നമ്മൾ ബാക്കിയുള്ള ഓൾഡ് കോയിൻസോ അല്ലെങ്കിൽ ഇതീരിയം ഇസ് നോട്ട് റിഗാർഡിങ് ഡിജിറ്റൽ സ്കേഴ്സിറ്റി. അത് ഇറ്റ്സ് അനദർ കമ്പനി, മേ ബി ലൈക്ക് ആപ്പിൾ, മൈക്രോസോഫ്റ്റ്. ഓക്കെ, പക്ഷേ ഓൾഡ് കോയിൻസിൽ 99% ഫേക്കാണ്. അത് 1% കാണും. അവർ ചെയ്യുന്നത് ഇന്ന് ലോകത്തുള്ള എന്താണോ പ്രശ്നങ്ങളോ അത് ക്ലിയറപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ലൈക്ക് ഐഫോൺ, മൈക്രോസോഫ്റ്റ്, ഗൂഗിൾ, ആമസോൺ. ഇറ്റ്സ് ജസ്റ്റ് another security. But Bitcoin is different. It's a real money. Only 1% of population found it. അപ്പോൾ 1% തന്നെ ആളുകൾ ബിറ്റ്കോയിനിലേക്ക് വന്നപ്പോൾ തന്നെ നമ്മൾ 100K എത്തി. ലോകത്തിലെ ഏറ്റവും പെർഫോമൻസ് ഉള്ള, മനുഷ്യൻ കണ്ടതിൽ വെച്ച് ഏറ്റവും പെർഫോമൻസ് ഉള്ള അസറ്റായിട്ട് മാറി. അപ്പോൾ ബാക്കി 99% വരുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? 1% ഡ്രോപ്പ് ചെയ്തപ്പോൾ തന്നെ ലോകത്തിലെ ഏറ്റവും മൂല്യമുള്ള, ഏറ്റവും പെർഫോമൻസ് ഉള്ള അസറ്റായിട്ട് മാറി. ഗൈസ്, ഇറ്റ്സ് നോട്ട് എ ജോക്ക്. ഓക്കെ, എന്നോട് ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കമൻറ്റ് അദ്ദേഹം ഒരു പുള്ളി ഇട്ടിരുന്നു, ബിറ്റ്കോയിൻ്റെ പ്രൈസൊക്കെ 100K ആയില്ല, ഇനി ഇതിനകത്ത് ഇതിൻ്റെ ന്യൂസും നമ്മൾ ഈ വീഡിയോസും കണ്ടിട്ട് എന്ത് പ്രയോജനം? ദാറ്റ്സ് ദ റോങ് വേ യു തിങ്ക്. ജസ്റ്റ് ഒരു ഗ്ലിംസ് ഞാൻ തരാം. നിങ്ങൾക്കറിയാം, നമ്മളിപ്പോൾ ഇന്ത്യയിലത് കണ്ടുവരുന്നുണ്ട്. പണ്ട് എത്രയോ വർഷങ്ങൾക്ക് മുന്നേ US-ലും അങ്ങനെയുള്ള ഡെവലപ്ഡ് കൺട്രീസിൽ ആളുകൾ ചെയ്യുന്നതാണ്. ഇവിടുത്തെ S&P 500 S&P 500 ആളുകൾ എല്ലാ മാസവും ഇൻവെസ്റ്റ് ചെയ്യും. ഓക്കെ, ഒരു പോയിന്റിലെത്തുമ്പോൾ അതുകൊണ്ട് അവർക്ക് റിട്ടയർമെൻറ്റ് അല്ലെങ്കിൽ ജീവിക്കാൻ ഒക്കുമെന്നുള്ള ഒരു സമയത്തേക്ക് മേ ബി 1 million or 2 million അവർ ഇൻവെസ്റ്റ് ചെയ്തെന്ന് ഇരിക്കട്ടെ S&P 500-നകത്ത്. മേ ബി ഇറ്റ് വിൽ ടേക്ക് 30 years. അപ്പോൾ ആ ഒരു എമൗണ്ട് എത്തുമ്പോഴത്തേക്ക് അവർക്ക് അതിനകത്ത് നിന്ന് റിട്ടയർ ചെയ്യാൻ ഒക്കുന്നുള്ള രീതിയിലേക്ക് ആകുമ്പോഴത്തേക്ക് അവർ ജോലിയിൽ നിന്ന് റിട്ടയർ ചെയ്യും. ഈ S&P 500 വളർച്ച എന്ന് പറയുന്നത് 10%. മനസ്സിലാവുന്നുണ്ട്? 10% വർഷം ആവറേജ് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ 10%-ലാണ് അവർ ഈസ് ടോട്ടൽ മാർക്കറ്റ് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ബിറ്റ്കോയിൻ തരാൻ പോകുന്നത് ഇപ്പോൾ തരുന്നത് 100%-ന് മുകളിലാണ്. 80 to around 120% ഇടയിലാണ് ബിറ്റ്കോയിന് ഇയർലി ആവറേജ്. അതിന് കൂടത്തേ ഉള്ളൂ. എക്സ്പോണൻഷ്യൽ കൂടത്തില്ല. ഈ പറഞ്ഞാൽ ഇതിനിടയിൽ തന്നെ അടുത്ത 10 കൊല്ലമെങ്കിലും നിൽക്കും. പക്ഷേ ബിറ്റ്കോയിൻ്റെ കാര്യത്തിൽ അതല്ല. ബിറ്റ്കോയിന് 80 തൊട്ട് 100-120%-ഇടയിലാണ് ആവറേജ് ഗ്രോത്ത്. ആൻസ്റ്റീൻ പറഞ്ഞ പോലെ കോമ്പൗണ്ടിങ് എന്ന് പറയുന്നത് ലോകത്തിലെ 8ാമത്തെ അത്ഭുതമാണ്. നിങ്ങളത് പഠിക്കുക, എന്താണ് കോമ്പൗണ്ടിങ്. അപ്പോൾ ആലോചിക്കണം, കോമ്പൗണ്ടിങ് 80% വെച്ച് ഒരു അസറ്റ് കോമ്പൗണ്ട് ആവറേജ് ആനുവൽ ഗ്രോത്ത് 80% വെച്ച് അടുത്തൊരു 10 കൊല്ലത്തേക്ക് കൂട്ടിക്കുക. നിങ്ങൾക്ക് എത്രമാത്രം ബിറ്റ്കോയിൻ കിട്ടുമെന്നല്ല നിങ്ങൾ ആലോചിക്കേണ്ടത്. നിങ്ങൾ 100 രൂപ ഇടുവാണെങ്കിൽ ആ 100 രൂപ അടുത്ത കൊല്ലം എത്ര വളരുമെന്നാണ് നിങ്ങൾ കാണേണ്ടത്. ഇതിനെക്കുറിച്ച് ഒത്തിരി നമുക്ക് സംസാരിക്കാനുണ്ട്. അതുകൊണ്ടാണ് നമ്മളൊരു കമ്മ്യൂണിറ്റി തുടങ്ങാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, സോ ടൈമിൻ്റെ ഇതുകൊണ്ട് ഞാനവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു. അപ്പോൾ ഗൈസ്, ബിറ്റ്കോയിനെ എക്സ്പ്ലോർഡ് ചെയ്യാൻ വേണ്ടിയുള്ള രീതിയിലാണ് പോകുന്നത്. കാരണം ഇവിടെ ഈ 4 hour ചാർട്ടിൽ ഇവിടെ കൺസോൾട്ടേഷനാണ് നടക്കുന്നത്. നാരോ സ്റ്റേറ്റ് ഇവിടുന്ന് ഇനി എക്സ്പ്ലോർഡ് ചെയ്ത് മേപ്പോട്ട് പോകത്തേ ഉള്ളൂ. within couple of months, 3 to 4 months, we will reach 150 to 180K in between. Okay, so take care.